ഹായ്, ഇന്നത്തെ ഈ വീഡിയോ എല്ലാ യൂട്യൂബേഴ്സിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിലെ ഒരു ഓപ്ഷനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. ഈ ഫെസിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈവൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ടിങ് എണ്ണം കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന് കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. സോ ഇത് നമ്മൾ ഒരു വീഡിയോ കണ്ട് എൻഡ് ചെയ്യുന്നതിൻ്റെ ആ സമയത്താണ് നമ്മൾ ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് 4 എലമെൻറ്റ്സ് അവിടെ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ഈവൻ എൻ്റെ ചാനലിൻ്റെ ചാനൽ നെയിം ഞാൻ കൊടുക്കുകയാണ്. സോ അങ്ങനെയാകുമ്പം എൻ്റെ ചാനലിൻ്റെ പേരും അതുപോലെ തന്നെ എൻ്റെ പിക്ചറും അവിടെ അപ്പിയർ ചെയ്യും. ദെൻ പിന്നെ കൊടുക്കുന്നത് അത് നമ്മുടെ ഇഷ്ടാനുസരണം മോസ്റ്റ് റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ വേണേൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ വ്യൂവേഴ്സ് കണ്ട വീഡിയോസ് വേണേലും സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ ഇങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് എൻഡ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ആ സ്ക്രീനിൽ വരുന്നതോടൊപ്പം തന്നെ യൂസറിന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റ്ലി ആ പേജിലേക്ക് പോകാനും നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂസ് കൂടാനും ചാൻസ് വളരെ കൂടുതലാണ്. സോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നെയിമും നമ്മുടെ പിക്ചർ അപ്പിയർ ചെയ്യുമ്പോൾ ജസ്റ്റ് അവിടെ ഒരു ക്ലിക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ വരും. സോ അങ്ങനെ ഉള്ളപ്പം നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനും ഇതുവഴി ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണെന്ന്. ദെൻ നമുക്ക് നോക്കാം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന്. നമ്മൾ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ പോവുക, ദെൻ സൈഡിൽ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ മൈ ചാനൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ നമ്മുടെ പേജ് വരും. ദെൻ വീഡിയോ മാനേജർ എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ദെൻ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി ഇതുപോലൊരു പേജിലാണ് പോകുന്നത്. സോ മുകളിൽ ഓഡിയോയുടെ ഇപ്പുറത്ത് എൻഡ് സ്ക്രീനിനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ അവിടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈഡിൽ ആഡ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ബ്ലൂ കളറിൽ. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ദെൻ നമ്മൾ സബ്സ്ക്രൈബ്, അതായത് നമ്മുടെ ചാനലിൻ്റെ നെയിം സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഇമേജും അതുപോലെ തന്നെ ഡീറ്റെയിലും വരും. ദെൻ നമുക്ക് ഏത് വീഡിയോയാണ് അത് ഓപ്ഷൻസ് ഉണ്ട്. മോസ്റ്റ് റീസെൻ്റ് ആയിട്ടും അതുപോലെ തന്നെ കൂടുതൽ വ്യൂസ് ഉള്ളതും അത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് കൊടുക്കാം. ദെൻ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സേവ് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്ത അപ്ഡേറ്റ്സ് കറക്റ്റ്ലി അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. നമ്മൾ ആഡ് ചെയ്തത് ഇതുപോലെ ആയിരിക്കും. ഡ്രാഗ് ചെയ്യുക. ദെൻ ഓവർലാപ്പ് ചെയ്ത് ഇടാൻ പാടില്ല. നമ്മുടെ ഇമേജും ഇതും 2 ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ സോ 2 എലമെൻറ്റ്സിന് തമ്മിൽ സ്പേസ് വേണമെന്ന് പറയുന്നുണ്ട്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ഞാൻ വർക്കിംഗ് പറയാം. ഓഡിയോയുടെ ഇപ്പുറത്തുള്ള എൻഡ് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് സൈഡിൽ ആഡ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് വേണ്ട ഡീറ്റെയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ആണെങ്കിൽ സബ്സ്ക്രൈബ്, അതുപോലെ തന്നെ വീഡിയോസ് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ ഡീറ്റെയിൽ നമ്മുടെ രീതിക്ക് നമ്മൾ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഫൈനലി വർക്കിംഗ് ചെയ്യാണ്. നമ്മുടെ അപ്ഡേറ്റ്സ് സേവ് ചെയ്യാണ്. നമ്മുടെ ഓപ്ഷൻസ് സേവ് ആയിട്ടുണ്ട്. ദെൻ നമ്മൾ യൂട്യൂബ് ചാനൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ആ വീഡിയോയുടെ എൻഡിൽ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ആഡ് ചെയ്യുമ്പം എൻ്റെ പിക്ചർ കാണുന്നുണ്ട്. ദെൻ ഞാൻ ആഡ് ചെയ്ത വീഡിയോയും ഇങ്ങനെ കാണുമ്പം യൂസേഴ്സ് ഓട്ടോമാറ്റിക്കലി ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഈ പിക്ചറിൽ കാണുന്ന പോലെ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി ആ വീഡിയോയിലോട്ട് നമ്മുടെ പേജ് പോകും. സോ ഈ ഓപ്ഷൻ കൊണ്ട് നമുക്ക് വ്യൂവേഴ്സ് കൂടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ താങ്ക് യു സോ മച്ച്.